പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി ഈ വർഷം മാറട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കഴിയുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചു. യഹോവ നമുക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും നാം എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളൊക്കെ മോചിച്ചു തന്നു. നമ്മുടെ സകല രോഗങ്ങളും അവിടുന്ന് സൗഖ്യമാക്കി. ദയയും കരുണയും നമ്മെ അണിയിച്ചു. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയിരിക്കുന്നു. ആകയാൽ സകല പ്രിയമുള്ളവരെ, നാം ദൈവത്തെ വാഴ്ത്തി പാടുകയും പുതിയ തീരുമാനങ്ങളോടും സമർപ്പണങ്ങളോടും വളരെ പ്രതീക്ഷകളോടെ നാം ഈ പുതുവർഷത്തിലേക്ക് വന്നെത്തിയിരിക്കുക. ദൈവത്തിൻ്റെ വിശേഷമായ കൃപകൾ നമ്മിൽ ഓരോരുത്തരിലും അധികമായി വെളിപ്പെടേണ്ടതിനാൽ നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ദിനം ജീവവചന പ്രോഗ്രാമിലൂടെ ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന വലിയ ദയക്കായി നന്ദി. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നയോളം അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അങ്ങ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതോർത്ത് നന്ദി. ഞങ്ങളെല്ലാവരെയും ആമേൻ, അങ്ങ് ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഉറങ്ങാതെ മയങ്ങാതെ ഇന്നയോളം പരിപാലിച്ച ദൈവമാകയാൽ സ്തോത്രം. ഇന്നും ഞങ്ങൾ അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ ശക്തിയാലും പുതിയ കൃപകളാലും ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മസാന്നിധ്യം ഞങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ഈ പ്രോഗ്രാമിലൂടെ അനേകത വിടുവിക്കപ്പെടുവാൻ, സൗഖ്യമാക്കപ്പെടുവാൻ, കർത്താവിൻ്റെ നാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. ആദിയോടന്തം അവിടുത്തെ ആത്മാവിനാൽ ഭരിച്ചു നടത്തും. മുഴുമഹത്വവും അവിടത്തേക്ക് തരികയാണ്. അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അത്ഭുതത്തിൻ്റെ നാമമാണ്, അതിശയത്തിൻ്റെ നാമമാണ്. നിന്ദിത പാത്രരായി മേവാൻ നമ്മെ വിട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഈ വർഷം ആമേൻ, വലിയ അത്ഭുതങ്ങളുടെ വൻകാര്യങ്ങൾ കാണുന്ന ദൈവപ്രവൃത്തിയുടെ നാളുകൾ തന്നെയായിരിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രത്തോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. Oh,
ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. നിന്നിത പാത്രരനേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരനേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേൽക്കുക, പണിതീരുക, തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേൽക്കുക, പണിതീരുക, തിരുകരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലും ഉയർത്തിടാം. 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 അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങുവാൻ, ദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ. ആമേൻ. അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേൽക്കുവാൻ ഇടയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരമനഹസ്യം ധനാരികിടതരഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അഭിഷേകത്തിന്റെ ശക്തി ആമേൻ ഇറങ്ങി വെളിപ്പെടുന്ന നാളുകളാകട്ടെ. സുവിശേഷത്തിന്റെ ശക്തിയാൽ രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കപ്പെടും. ഈ 2026 ദൈവത്താൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഓരോരുത്തരും ദൈവസന്നിധിയിൽ പറയുവാനിടയാകട്ടെ. ആമേൻ. ഒരു പൗലോസായി മാറാൻ, കർത്താവിന് വേണ്ടി ആമേ ദേശങ്ങൾ പിടിച്ചെടുക്കുന്ന ധീര ആമേ യോദ്ധാക്കളായി മാറുവാൻ, അഭിഷിക്ത ആമേ ഗണമായി തീരുവാൻ നമ്മെ കർത്താവ് കണ്ടിരിക്കുക. ആ ദൈവകൃപ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് ആമേ നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ആമേൻ. ചേർന്ന് പാടി ദൈവത്തെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ
ദേശങ്ങൾ വിടുവിക്കപ്പെടേണ്ടത്, ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടത്, ഈ നാളിൽ ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ, രാജ്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആമേൻ അഭിഷേകത്തിൻ്റെ ഒരു വലിയ സമൂഹം എഴുന്നേൽക്കട്ടെ. ദിഗാരാമാന സംസാരിയാൽ രക്തത്താൽ വചനത്താൽ ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനേക്കാൾ സ്നേഹിപ്പാൻ വേറെ ആരും നമുക്കില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ നമ്മുടെ കർത്താവാണ്. അവിടെ നിന്നാണ് നമ്മുടെ എല്ലാമായിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് ചില നിമിഷങ്ങൾ കൂടി അതരങ്ങളെ തുറന്ന് ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ചിറകിൻ മറവിൽ നമ്മെ കരുതുന്ന ഒരു ഗുരു നമ്മുടെ കർത്താവാണ്. ക്ഷീണിതനാകുമ്പോൾ നമ്മെ തൻ്റെ കരങ്ങളിൽ ആ ചുമലിൽ വഹിച്ചുകൊണ്ട് ലാളിച്ച് നടത്തുന്ന ഒരു അപ്പനാണ് നമ്മുടെ കർത്താവ്. Hallelujah, hallelujah, hallelujah.
അധരങ്ങൾ തുറന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആമേ, നമ്മുടെ ജീവകാലമെല്ലാം അന്ത്യം വരെ നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ഗുരു. ആമേ, ലാളിച്ചും നമ്മെ മാർവോട് ചേർത്ത് പിടിച്ച് നമ്മെ നടത്തുവാൻ കഴിയുന്ന നല്ലൊരു അപ്പൻ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമ്മെ വിട്ടു മാറില്ല. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടുന്ന് ഒരു ഗുരുവായി, ഒരപ്പനായി, നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി ഒരു നാഥനായി കൂടെ ഉണ്ടാകും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ ഉറപ്പും ധൈര്യമുള്ളവരായി ആ കരങ്ങളെ ഒന്നടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്ട് ഹല്ലേലൂയ, താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഈ ജീവവചന പ്രോഗ്രാമിലേക്ക് നമുക്ക് അടുത്തു വരുവാനും ഈ 2026 ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയല്ലോ. എല്ലാ മഹത്വവും നമ്മുടെ ദൈവത്തിന് കൊടുത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഏവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. സിസ്റ്റർ സന്ധ്യ ബിജുവും അതുപോലെ പ്രിയ ബ്രദർ വിനീതും മുന്നോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ ഈ 2026 കർത്താവെ പ്രാരംഭ ശനിയാഴ്ച കർത്താവെ വൈകുന്നേര സമയം കർത്താവെ അപ്പാ അപ്പൻ്റെ സന്നിലായിരിക്കാൻ ദൈവം ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അപ്പാ കർത്താവെ അപ്പൻ്റെ പാദപീഠത്തിൽ കർത്താവെ ആയിരിക്കുന്ന കർത്താവെ ഓരോരുത്തരെ അപ്പൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പാ അതുപോലെ ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന കർത്താവെ ഓൺലൈൻ വഴി കർത്താവെ അപ്പാ അപ്പൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെ അപ്പൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പാ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി കർത്താവെ അപ്പാ ഓരോ മേഖലകളിൽ വെളിപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പാ ദൈവമേ ഈ കർത്താവെ സന്ദേശങ്ങൾ കേൾക്കുന്ന കർത്താവെ, ഈ കർത്താവെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന കർത്താവെ എല്ലാവർക്കും കർത്താവെ ഇത് അനുഗ്രഹത്തിനും കർത്താവെ വിടുതലിൻ്റെ ദിവസങ്ങളാക്കി ദൈവം അവിടുന്ന് മാറ്റുമാറാകണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പാ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ കർത്താവെ അപ്പാ മാറ്റമില്ലാത്ത കർത്താവെ ദൈവപ്രവർത്തികൾ കർത്താവെ ദേശങ്ങളിൽ കർത്താവെ കുടുംബങ്ങളിൽ കർത്താവെ അപ്പാ മുഴങ്ങപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പാ ജീവന വചന കർത്താവെ കർത്താവെ ഓരോരുത്തരുടെ മേൽ കർത്താവെ അത് കർത്താവെ ക്രിയകൾ ചെയ്യുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണം കർത്താവെ, അപ്പാ വചനങ്ങൾ കർത്താവിടെ ഹൃദയം കർത്താവെ അപ്പാ ഈ ദിവസങ്ങൾ കർത്താവ് ശുദ്ധീകരിക്കുന്ന ദിവസങ്ങളാക്കി കർത്താവെ ജീവനുള്ള ദേശത്ത് കർത്താവെ ജീവനുള്ള കർത്താവെ അപ്പൻ്റെ കർത്താവെ സാക്ഷികളായി നിലകൊള്ളുവാൻ കർത്താവെ ദിവസങ്ങളിൽ കർത്താവെ അനേകരെ അവിടുന്ന് ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവനാമം കർത്താവെ ദിവസങ്ങളിൽ മഹത്വപ്പെടുവാൻ എൻ്റെ ദൈവം അവിടുന്ന് സഹായിക്കുന്ന കൃപ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അപ്പാ ഈ ദിവസങ്ങളിൽ കർത്താവെ ആലയത്തിലെ ഓരോ ശുശ്രൂഷകളും കർത്താവെ അപ്പാ കർത്താവെ വലിയ കർത്താവ് ചെയ്യുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അപ്പാ ദൈവത്തിന്റെ പ്രവർത്തി കർത്താവെ അപ്പാ ഈ ദിവസങ്ങളിൽ കർത്താവെ വെളിപ്പെടട്ടെ കർത്താവെ, ദൈവമേ ഈ ദിവസങ്ങളിൽ അനേക പാവികൾ മനം തിരിവാൻ കർത്താവെ അപ്പാ ദേശത്ത് കർത്താവ് ഉണർവ് കർത്താവെ വെളിപ്പെടുവാൻ എൻ്റെ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അപ്പാ തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം അപ്പൻ്റെ കരങ്ങളിലേപ്പിന് കർത്താവെ ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവെ പ്രിയദാസിന്റെ കുടുംബമായ അപ്പൻ്റെ കരങ്ങളിലേപ്പിന് കർത്താവെ കുടുംബമായ അവിടുന്ന് കർത്താവ് ശുശ്രൂഷകൾക്ക് ശക്തീകരിക്കും ബലപ്പെടുത്തും ദൈവകൃപയിൽ അവിടുന്ന് മറയ്ക്കണം കർത്താവെ, അപ്പാ ഇനി കർത്താവ് ഇത് അനേകർ കർത്താവെ ഇതിൽ കർത്താവ് പങ്കെടുക്കുക അപ്പാ അവിടുന്ന് സഹായിക്കുമാറാകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുമാർ കർത്താവ് അപ്പാ ഈ മീറ്റിങ്ങൾ അവിടുന്ന് കർത്താവെ കർത്താവ് മാറ്റി തീർക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സകല വിഷയത്തെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ പിതാവേ ആമേൻ.
ദൈവമേ ഹാലിലിയ സ്തോത്രം 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 ദൈവമേ സ്തോത്രം ദൈവമേ ഹാലിലിയ സ്തോത്രം. ഈ ആലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവമേ സഞ്ജീവരചന ശുശ്രൂഷ അംഗീകരിക്കുന്ന ദൈവമേ സ്തോത്രം. അതിൻ്റെ ഭാഗമായി നീ കുടുംബം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവമേ സ്തോത്രം. യേശുപജ ഹാലിലിയോ സ്തോത്രം സ്തോത്രം. ഗാന ശുശ്രൂഷ എത്രത്തോളം അനുഗ്രഹിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം. വേറുള്ള എല്ലാ അംഗങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ ദൈവമേ. ശ്രമിക്കേണ്ട ദൈവമേ പ്രയോജനപ്പെടുവാൻ അങ്ങ് പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണേ ദൈവമേ സ്തോത്രം. ഇനി നടക്കാനിരിക്കുന്ന ദൈവമേ സ്തോത്രം. വചന ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിക്കണേ ദൈവമേ സ്തോത്രം. ദൈവമേ ഹാലിലിയോ സ്തോത്രം. വചന ശുശ്രൂഷ ദൈവമേ സ്തോത്രം. ശുശ്രൂഷ വേണ്ടി ദൈവമേ സ്തോത്രങ്ങളുടെ ദാസനെ അങ്ങ് ബലപ്പെടുത്തണേ ദൈവമേ സ്തോത്രം. ദൈവമേ ഹാലിലിയോ സ്തോത്രം. പരിശുദ്ധ മനുഷ്യത്തിൽ തന്നെ ദൈവമേ സ്തോത്രം. അങ്ങയുടെ വചന ശുശ്രൂഷയുടെ കൃപ കൊടുക്കണേ ദൈവമേ സ്തോത്രം. നാളാടകനായിരിക്കുന്ന ദൈവമേ സ്തോത്രം. സൺഡേ സ്കൂളിനെയും സഭാരായനെ അങ്ങ് അനുഗ്രഹിക്കണേ ദൈവമേ സ്തോത്രം. ദൈവമേ സ്തോത്രം. ദൈവമേ എല്ലാ വിശ്വാസികളെയും ദൈവമേ സ്തോത്രം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ സഹായിക്കണേ ദൈവമേ സ്തോത്രം. ദൈവമേ സ്തോത്രം. അങ്ങേക്കൊണ്ട് അധികം പറയാനോട് ഞങ്ങളെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണേ ദൈവമേ സ്തോത്രം. ഈ ശുശ്രൂഷയുടെ ഭാഗമായി ദൈവമേ സ്തോത്രം. ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങ് അനുഗ്രഹിക്കണേ ദൈവമേ സ്തോത്രം. എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മിശ്രം എല്ലാം മഹത്വം പൊഴിച്ച അംഗീത മിശ്രം പ്രാർത്ഥന ശ്രമിച്ചു നമ്മൾ തന്നെ ആമേ. പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വളരെ സന്തോഷമുള്ള സമൃദ്ധമായ ഒരു പുതു വർഷം ഒരിക്കൽ കൂടി ആശംസിക്കുക. ദൈവം നമ്മെ ധന്യമായി സഹായിക്കട്ടെ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടിയും പരിപാലനവും നമ്മോട് കൂടെയുണ്ട്. നമ്മെ നടത്തുന്ന ദൈവം ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ വാക്കുമാറാത്തവനായ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് ഇന്നയോളം നമ്മെ തുണച്ചല്ലോ. ഇനിയും നമ്മെ അത്ഭുതകരമായി വഴി നടത്തുവാനിടയാകട്ടെ. ജീവവചനം പ്രോഗ്രാമിലൂടെ വളരെ ആധികാരികമായ ദൈവിക സത്യങ്ങളാണ് നാം മനസ്സിലാക്കുവാനിടയാകുന്നത്. സാക്ഷികളുടെ വലിയൊരു നീണ്ട നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഇയറിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവത്തെ നന്ദി കരേറ്റാൻ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാൻ കഴിഞ്ഞു. എത്രയെത്ര അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത്. ആമേ, പെട്ടെന്നുള്ള അനർത്ഥങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം ഓർക്കണം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. ജീവവചനം എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മെ ബലഹീനപ്പെടുത്തുവാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കണ്ടുണരുവാനാണ് ഈ ചിന്ത നമുക്ക് അത് ഏറ്റവും ആധികാരികമായി തീരുന്നത്. അതനുസരിച്ച് നാം ജീവൻ്റെ അനുഭവങ്ങൾക്കായി പ്രതീക്ഷയോടെ മുന്നോട്ടെടുത്ത അനുഭവങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് ദൈവവചന ചിന്തയ്ക്കായി അത്തരത്തിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 32-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠ അവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മരിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത ഏശാവിൻ്റെ ജീവിതത്തിൽ വരികയാണ്. വാസ്തവത്തിൽ നാം മനസ്സിലാക്കുന്നത് ആരുടെയും അതേ മരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മരണകരമായ ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമല്ല. നാം ജീവിച്ചിരുന്ന് ദൈവ പ്രവൃത്തി കാണുക, ജീവനുള്ളവർ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം. എന്നാൽ ഏശാവിൻ്റെ ജീവിതത്തിൽ മരിക്കേണ്ടി വരും എന്ന് ചിന്തിക്കത്തക്ക സാഹചര്യമുണ്ടായി. നാം ഇതിനോടകം ഈ പ്രോഗ്രാമിലൂടെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ദൂതുകളെ നാം കേട്ടു. അതിലൊന്നാണ് റിബേക്കയുടെ പ്രാർത്ഥന. ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? ഞാൻ മരിക്കുന്നതാണ് നന്ന്. പ്രൈസ് ദി ലോർഡ്.
ഹാഗാറിൻ്റെ ജീവിതവും മരണം കാണണ്ട എന്ന് പറഞ്ഞ് അൻപിൻപാട് ദൂരത്ത് ഇരിക്കുന്ന ഒരു ഹാഗാർ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. കയ്യീൻ വിലപിച്ച ഒരു പ്രാർത്ഥന ഇതാണ്: എന്നെ കാണുന്നവർ കൊന്നുകളയും. കാരണം ഇവരുടെയൊക്കെ എല്ലാവരുടെയും ചിന്തയിൽ അത് ഉണ്ടാകുന്നത് അവർക്ക് മരിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. സ്തോത്രം. ഒരിക്കലും നമ്മുടെ ഏത് സാഹചര്യങ്ങൾ തന്നെയാകട്ടെ, ആമേൻ, അതിൻ്റെ നടുവിൽ നമുക്ക് ഒരു ജയം തരാൻ മരണത്തെ ജയിച്ച ഒരു ജയവീരനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഞാനത് ആരംഭത്തിലേ നിങ്ങളോട് പറയുകയാണ്. ഒന്നിൻ്റെയും അവസാനമല്ല മരണം എന്നുള്ളത് നമ്മൾ ഓർക്കണം. മരണം ഒന്നിൻ്റെയും അവസാനമല്ല. പ്രൈസ് ദി ലോർഡ്. ഒടുക്കത്തെ ശത്രുവായി മരണത്തെ കാണുന്നുവെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് മരണം ഒന്നിൻ്റെയും അവസാനമല്ല. പ്രൈസ് ദി ലോർഡ്. ഏശാവിൻ്റെ ജീവിതത്തിൽ ഒരു ചിന്തയുണ്ടാകുന്നത് ഞാൻ മരിക്കേണ്ടി വരും. ഇവിടെ ചിന്തിക്കുമ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ അനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും വന്നേക്കാവുന്ന വിഷയങ്ങളാണ് ഇവരിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വചനം വളരെ ശ്രദ്ധിക്കണം. തൻ്റെ ജീവിതത്തിൽ ഇരട്ട അവകാശങ്ങൾക്ക് അല്ലെ ഓഹരിക്ക് ഒരു ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ സാധ്യതകളാണ് താൻ അലക്ഷ്യമാക്കി കളഞ്ഞത്. ജ്യേഷ്ഠ അവകാശം എന്ന് പറയുമ്പോൾ ഇരട്ടി അനുഗ്രഹം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ അത് 5ആയി വിഭാഗിച്ച് 2 ഓഹരി ഈ ജ്യേഷ്ഠന് ലഭിക്കും, ജ്യേഷ്ഠ അവകാശമുള്ള. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാനം, ഒരു പദവി ഉണ്ടെന്നിരിക്കെ തൻ്റെ ജീവിതത്തിൽ താൻ അത് അലക്ഷ്യമാക്കാൻ ഇടവന്ന സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കാൻ വേണ്ടി നമുക്കിന്ന് ഈ വചനം ആലോചന തരികയാണ്. കാരണം മനുഷ്യ ജീവിതം പലപ്പോഴും നമുക്കറിയാം, ചെറിയ ചെറിയ വിഷയങ്ങളുടെ മുമ്പിലാണ് വലിയ കാര്യങ്ങൾ മനുഷ്യൻ വിട്ടുകളയുന്നത്, വലിയ കാര്യങ്ങളെ നഷ്ടമാക്കി കളയുന്നത്. അവർ വലിയ സ്ഥാനം എനിക്ക് തരണം, പ്രൈസ് ദി ലോർഡ്, ഇത് കൊടുക്കാനായിട്ട് താൻ തയ്യാറാകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. താൻ പറയുന്നു, നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറയുകയാണ്. ഈ അനുഭവത്തിൽ അതിന് ഏശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാം ഓർക്കേണ്ടുന്ന കാര്യം, മരിക്കേണ്ടി വരും, എനിക്കെന്തിനാണ് ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞ് അതിനെ അലക്ഷ്യമാക്കി കളയുന്ന ഒരു ചിന്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണേ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. നോക്കുക, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിക്കാൻ കരുതിക്കൊള്ളണം. 2026 ദൈവം നമുക്ക് നൽകുന്ന ശക്തമായ ഒരു ആലോചനയാണത്. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരുതണം. പലതും നഷ്ടപ്പെട്ട ശേഷം, ഹല്ലേലൂയ, പലതും നഷ്ടമായ ശേഷം നാം ആ നഷ്ടബോധത്തിൽ പിന്നെ ജീവിക്കുന്നതിനേക്കാൾ ഇത് കരുതുവാൻ നമ്മൾ മനസ്സുള്ളവരായിരിക്കും. വേദപുസ്തകം അത് ഒട്ടും മറച്ചു വെച്ചില്ല. അങ്ങനെ ഒരു അബദ്ധത്തിൽ ഒരു സഹോദരനോ സഹോദരിയോ ചെന്ന് പെട്ടുപോകുവാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടി, അല്പസമയത്തേക്കുള്ള നൈമിഷികമായ സുഖത്തിനു വേണ്ടിയോ സന്തോഷത്തിനു വേണ്ടിയോ മൂല്യമുള്ള, വിലയുള്ള, ശ്രേഷ്ഠമുള്ള കാര്യങ്ങളെ
നാം അലക്ഷ്യമാക്കി കളയരുത്. എത്ര അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതേ നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ 12-ാം വാക്യം മുതൽ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിവർത്തണം. തളർന്നു പോകുന്ന അവസ്ഥകൾ വരും, കുഴഞ്ഞു പോകുന്ന അവസ്ഥകൾ വരും. ലേഖനക്കാരൻ വളരെ വ്യക്തമായി പറയുക, ഈ കുഴഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന അവസ്ഥകളുടെ മുമ്പിൽ തോൽക്കാനുള്ളവരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഈ ആണ്ടിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിജയിക്കാനുള്ളവരാണ്. ജയാളിയായ നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളരുന്ന, നമ്മുടെ കൈകൾ തളരുന്ന, നമ്മുടെ കാലുകൾ കുഴയുന്ന അവസ്ഥ നോക്കി നിൽക്കുന്ന കണ്ണുകൾ ഒത്തിരി ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ, നമ്മുടെ ഏതെങ്കിലും അതേ പരിചയക്കുറവോ സാമർഥ്യം നമുക്കില്ലാത്ത സാഹചര്യങ്ങൾ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പലതും നമ്മെ എന്നേക്കുമായി നിരാശയിലും പരാജയത്തിലേക്കും അതേ കൊണ്ടെത്തിക്കുവാൻ അവർ അവസരം കാത്തിരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ഈ വചനം വളരെ ശ്രദ്ധയോടെ കരുതിക്കൊണ്ടാൽ നന്നായിരിക്കും. തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളും, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ച ഒരവസ്ഥയിൽ തൻ്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞ യേശാവിനെ പോലെ നമ്മുടെ ജീവിതത്തെ നാം വിട്ടുകൊടുക്കുവാൻ സംഗതി വരരുത്. ഇവിടെ വചനം പറയുന്നു, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. മനസ്സിലാക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഈ വർഷം നമുക്ക് അങ്ങനെ ഉറപ്പായ ഒരു തീരുമാനമുണ്ടാകണം. നമ്മൾ മുടന്തുള്ള അവസ്ഥയിൽ നടപ്പാനായിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പാതകൾ നേരെയാക്കുക എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രാരംഭ ദിവസങ്ങൾ. മുന്നോട്ട് പോകാൻ നമുക്ക് അധികം മുന്നോട്ട് പോകാനുണ്ട്. ആ പാതകൾ ഓരോന്നും ഒരു പക്ഷേ വല്ലാതെ ഉള്ള കെണികളും തന്ത്രങ്ങളും ഒളിഞ്ഞിരിപ്പുള്ള പാതകളായിരിക്കാം. പക്ഷെ ദൈവകൃപയുള്ള ഓരോ ദൈവമക്കളും സൂക്ഷ്മതയോടെ, അടുത്ത വചനങ്ങൾ അത് പറയുന്നുണ്ട്, അജ്ഞാനികളായിട്ടല്ല, സൂക്ഷ്മതയുള്ള വ്യക്തികളായി ആ പാതകളെ അതേ നിരപ്പാക്കുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയില്ല. അടുത്ത് വ്യക്തമാക്കുന്ന വിഷയമാണ് യേശാവിൻ്റേത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുവാൻ പാടില്ല. വല്ല കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠ അവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. കരുതുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മിൽ നിന്ന് ആമേൻ ഒരു ചെറിയൊരു ആമേൻ നേട്ടം പോലും ശത്രു അപഹരിപ്പാൻ ഇടയാകരുത്. ഒരു നന്മ പോലും അവൻ നമ്മിൽ നിന്ന്, അതെ, നമ്മുടെ അലക്ഷ്യമായ ആ നടപ്പ് നിമിത്തം നമ്മിൽ നിന്ന് അപഹരിപ്പാൻ ഇടവരരുത്. അതെ, നിശ്ചയമായി ഞാൻ ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കും എന്ന തീരുമാനമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ ചിലരങ്ങനെയാ, 17-ാം വാക്യം പറയുന്നത്, പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ.
പിന്നത്തേതിൽ പലരും അങ്ങനെ ആണ്ടിൻ്റെ അവസാനം അങ്ങ് വരുമ്പോൾ പിന്നെ കണ്ണുനീരോടെ നിലവിളിയാ. സ്തോത്രം. ആരംഭത്തിൽ കരുതേണ്ടത് കരുതിക്കൊള്ളുവീൻ എന്നുള്ള ആ ഗുണീകരണത്തിനുള്ള ഉപദേശം തീരെ ലക്ഷ്യമാക്കാതെ പോയിട്ട് അവസാനം എന്താണ്? കണ്ണുനീരോടെ അനുഗ്രഹത്തിനായിട്ട് എന്തു ചെയ്യുന്നു? അപേക്ഷിക്കുക. പക്ഷെ തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആകരുത്. വാസ്തവത്തിൽ താൻ പറയുന്ന ചിന്തയോട് ചേർത്ത് ചിന്തിക്കാൻ കൊള്ളാവുന്ന മറ്റു ചില ചിന്തകൾ കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിന്? നിങ്ങളൊന്ന് നോക്കിയേ, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 21-3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാബോത്ത് ആഹാബിനോട്, നോക്കൂ, നാബോത്ത് പറയുന്ന ഒരു കാര്യം. നാബോത്ത് ആഹാബിനോട് പറയുകയാ, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രായേലിനായ നാബോത്ത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല. നാബോത്തിന് എന്താണ് കൊടുക്കേണ്ടി വന്നത് പകരം? തൻ്റെ ജീവിതം, അല്ലേ? തൻ്റെ രക്തം തന്നെ ഒഴുക്കേണ്ടി വന്നു. പക്ഷേ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, അവകാശങ്ങൾ പലതാണ്. ഇവിടെ ജ്യേഷ്ഠാവകാശം, പിതാക്കന്മാരുടെ അവകാശം. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മരിച്ചവരുടെ അവകാശം. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവനിൽ ക്രിസ്തുവിൽ ലഭ്യമാകുന്ന അവകാശം. ഇങ്ങനെ ഹല്ലേലൂയ അവകാശങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്ന ഇതെല്ലാം ചേർത്ത് പഠിച്ചാൽ, നമുക്ക് സമയം പരിമിതമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചിന്തയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നാബോത്തിന് ആഹാബിൻ്റെ അരമനയോട് ചേർന്നുള്ള ഒരു മുന്തിരിത്തോട്ടമാണ്. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായ പലതും കൊടുക്കാൻ വാഗ്ദാനമുണ്ട്. സ്തോത്രം. 2026 നമുക്ക് പ്രാർത്ഥന, ആരാധന, ആത്മീയ അനുഭവം മുഖ്യമാണ്, വചനധ്യാനം മുഖ്യമാണെന്ന് കണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ മുമ്പിലും ഒരുപാട് വാഗ്ദാനങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കയറി വരും. ബൈബിൾ പിന്നെയും വായിക്കാം, പള്ളിയിൽ ആരാധനകൾക്ക് പിന്നെയും കൂടാം, പ്രാർത്ഥന അത് പിന്നീടാകാം എന്നുള്ള ചിന്ത നമ്മിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റ് പലതിലേക്ക് നമ്മൾ ആകൃഷ്ടരാകുകയും മെല്ലെ മെല്ലെ നമ്മൾ അതിലോട്ട് അങ്ങ് പോകുകയും ചെയ്യും. പല വ്യക്തികളുടെ ജീവിതത്തിലും ഒടുവിൽ പിന്നത്തേതിൽ അവർ തള്ളപ്പെട്ടിട്ട് അവർ അപേക്ഷിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സത്യമാണ് ഇവിടെ ഊന്നി പറയുന്നത്. കാരണം നാബോത്തിന് പിതാക്കന്മാരുടെ അവകാശം വിട്ടുകൊടുക്കാൻ ഒരിക്കലും തൻ്റെ ഉള്ളിലെ തീരുമാനം, ഇനി അരമന മുഴുവനും എനിക്ക് തന്നാലും ഞാൻ എൻ്റെ അവകാശം വിട്ടു തരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇസബേലിൻ്റെ ശക്തി, ആമേൻ, എന്താ ചെയ്തത്? വിഷണ മനസ്സുമായിരിക്കുന്ന ആഹാബിനെ കണ്ടിട്ട്, നീ ഒരു രാജാവല്ലേ, നിനക്ക് നാണമില്ലേ? നീ പോയി ഭക്ഷിച്ച് പാനം ചെയ്ത് വിശ്രമിച്ചു കൊള്ളുക, കാര്യമൊക്കെ ഞാൻ ചെയ്തേക്കാം. ഇസബേല് വളരെ നികൃഷ്ടമായ നിലയിൽ, നോക്കണം, ആ നാബോത്തിൻ്റെ രക്തം ചീന്തി നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കി മാറ്റാൻ അപഹരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ചിലതൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ ആ ദൈവം അതിന് കണക്ക് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. നമുക്ക് വേണ്ടി ലഭ്യമാക്കി തന്ന ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായ അവകാശങ്ങൾ, നിത്യജീവൻ അവകാശമാക്കേണ്ട നാം
നിത്യ സൗഭാഗ്യങ്ങൾ, ആമേൻ, അതിന് ഓഹരിക്കാരായ നാം ഇതൊന്നും നഷ്ടമാക്കി മറ്റൊരനുഭവത്തിന് വേണ്ടി നാം ഒരിക്കലും ഈ കാലയളവിൽ പോകാൻ സംഗതി വരരുത്. അങ്ങനെയുള്ള വ്യക്തമായൊരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്നുള്ളത് സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ നാബോത്ത് തൻ്റെ ജീവൻ അത് കൊടുക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും തൻ്റെ ജീവനുള്ളിടത്തോളം കാലം തൻ്റെ പിതാക്കന്മാരുടെ അവകാശം താൻ വിട്ടുകൊടുത്തില്ല. ഇവിടെ നാം അവിടെയാണ് ഏശാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ മരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭീതി തനിക്ക് വന്നിട്ട് ആ ക്ഷീണിത അവസ്ഥയുടെ മുമ്പിൽ തനിക്ക് തൻ്റെ ആ ജ്യേഷ്ഠ അവകാശം അലക്ഷ്യമാക്കി കളയേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ആ അവകാശങ്ങളുടെ അനുഭവങ്ങൾ പഠിക്കുമ്പോൾ രൂത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു, 4:5 വാക്യം. പ്രൈസ് ദി ലോർഡ്. അതിന് അവൻ, ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്റെ അവന്റെ പേർ നിലനിർത്തുവാൻ നിലനിർത്തുവാൻ. ആമേൻ. എന്നാൽ അവിടെ ഒരു ബോവസ് രംഗത്ത് വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരുപക്ഷെ നാബോത്തിനെ പോലെ അവകാശങ്ങൾ നിലനിർത്താൻ കഴിയാതെ മരണപ്പെട്ടു പോയാൽ, ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ പറയും, കണ്ടോ, അവകാശം അവൻ പിടിച്ചു വയ്ക്കാൻ നോക്കിയിട്ട് എന്ത് സംഭവിച്ചു, നാബോത്തേ നീ പോയല്ലോ, നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അങ്ങനെ ഒരു നഷ്ടപ്പെട്ടു പോയാലും ഇവിടെ നമ്മൾ വായിക്കുന്നത് ആമേ ഒരു ബോവസിനെ ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ളതാണ്. മനസ്സിലാക്കുന്നുണ്ട്. കാരണം പിതാക്കന്മാരുടെ അവകാശങ്ങളെ നിലനിർത്തുവാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും അധികാരവും ശക്തിയും കൊണ്ട് ഇസബേൽ അതിനെ അധീനമാക്കിയെങ്കിൽ ഇതാ ഇവിടെ ഒരു ബോവസ് പറയുന്നുണ്ട്, പേർ നിലനിർത്തേണ്ടതിന് മരിച്ചവൻ്റെ അവകാശം നിലനിർത്താൻ അത് മേടിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആമേൻ. നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം വന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് വരെ അവന് സ്വസ്ഥത വരില്ല. കാരണം ഹല്ലേലൂയ, ആമേൻ, ആ വിഷയം സംബന്ധിച്ച് നാം ദൈവത്തോട് ദൈവിക വിഷയത്തിന് വേണ്ടി ഒരു രൂത്തിനെ പോലെ മോവാബിൻ്റെ അനുഭവങ്ങളെ വിട്ട് നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, അതേ മരണത്താൽ അല്ലാതെ നമ്മെ തമ്മിൽ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ആ നവോമിയോട് ചേർന്ന് പറ്റി നിന്ന ആ രൂത്തിന് വേണ്ടി ഒരു അവകാശം ആമേൻ ബോവസ് ഒരുക്കി കൊണ്ടുവരികയാണ്. പേർ നിലനിർത്തുവാൻ ഇടവരികയാണ്. ആ വംശാവലിയിൽ ആമേൻ എന്താണ് സംഭവിക്കുന്നത്? ഓബേദിൽ നിന്ന് ഇശായിയുടെ ആ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുന്ന ആ അനുഭവം ഉണ്ടാകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അഹോചരമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. പുതിയ നിയമത്തിൽ നമുക്കെല്ലാവർക്കും സ്വീകാര്യമായ ഒരു സത്യം കൂടിയാണ് എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1:11 പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വചനം പറയുന്നു, സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളാലും ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ അനുഭവങ്ങൾ, പിതാവിനാൽ ലഭ്യമായ അനുഗ്രഹം, പുത്രനായ ക്രിസ്തുവിൽ ലഭ്യമായ അനുഗ്രഹം, പരിശുദ്ധാത്മാവിനാൽ അത് ലഭ്യമായ അനുഗ്രഹങ്ങൾ 14 വാക്യം വരെ രേഖപ്പെടുത്തുമ്പോൾ 11 വാക്യം ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നു, വീണ്ടെടുപ്പ് സാധ്യമായി, പിന്നെ അവനിൽ അവകാശം പ്രാപിച്ചു. മനസ്സിലാക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു കേട്ടോ. ആമേൻ, വീണ്ടെടുപ്പ് വില കൊടുത്ത നമ്മുടെ അരുമനാഥൻ ആമേൻ നമുക്ക് വേണ്ടി അവനിൽ അവകാശം പ്രാപിക്കാൻ ഇടവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഇനി ഈ ജ്യേഷ്ഠാവകാശം എന്തിന് എന്ന് പറഞ്ഞ്
അത് അലക്ഷ്യമാക്കി കളയുമ്പോൾ അവകാശത്തിന് വേണ്ടി ധീരതയോടെ നിലനിന്ന ഒരു നാബോത്ത്, എന്നാൽ മരിച്ചുപോയവന്റെ അവകാശങ്ങളെ നിലനിർത്തുവാൻ മുന്നോട്ട് വരുന്ന ഒരു ബോബസ്, ഇതാ അതിലും ശ്രേഷ്ഠമായി മരണം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി അവകാശം നൽകി തന്ന ക്രിസ്തുനാഥൻ. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടുന്ന സത്യമാണ്, ആമേ, യേശു ക്രിസ്തുവിൽ അയ്യോ എനിക്ക് ഒന്നും നേടാനാകില്ല, ആമേ, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാൽ, ഇല്ല, നീ മരിക്കേണ്ടി വരികയില്ല. ഞാൻ നിനക്ക് വേണ്ടി മരണം ഏറ്റെടുത്തു. ഞാൻ നിന്റെ പാപത്തിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങി. ഇനി അതെ, നിനക്ക് ജയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ക്രിസ്തുവിൽ നമുക്ക് അവകാശം ലഭിച്ചിരിക്കുക. ആമേ, മക്കളെങ്കിലോ അവകാശികൾ, അതിന് സകല കൂട്ട് അവകാശികളായി നാം മാറിയിരിക്കുക. ഈ മഹൽ പദവി നമുക്ക് ലഭ്യമായിരിക്കുക. പ്രിയരെ, ക്രിസ്തുവ നമുക്ക് അവകാശമായി തീർന്നിരിക്കുന്നതെങ്കിൽ, അവനില നമ്മൾ അവകാശമായി പ്രാപിച്ചിരിക്കുന്നെങ്കിൽ, നിസ്സാര കാര്യങ്ങളുടെ പേരിലൊന്നും അത് വിട്ടുകളയരുതേ, അലക്ഷ്യമാക്കി കളയരുതേ. എന്ത് വില കൊടുത്തും, കഷ്ടം സഹിക്കേണ്ടി വന്നാലും, വേദനകൾ അതേ അനുഭവിക്കേണ്ടി വന്നാലും ഭാരപ്പെടരുത്. അതെ, മഹാപ്രതിഫലമുള്ള ധൈര്യം കൈവിട്ട് കളയരുത്. ഹല്ലേലൂയ! ആ ധൈര്യം കൈവിട്ട് കളയരുത്. ഇതിലുപരി ആമേൻ, മടങ്ങി വന്ന് നമ്മെയും തൻ്റെ ഭവനത്തിൽ ചേർത്തുകൊള്ളാം എന്ന് വാക്ക് പറഞ്ഞ നല്ലൊരു അരുമനാഥനെയാണ് നാം പിൻപറ്റുന്നത്. ഈ 2026 അത്തരത്തിലുള്ള വ്യക്തമായ ബോധ്യത്തോടും ആ ചിന്തയോടും മുന്നോട്ട് ജീവിപ്പാൻ സർവ കൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. 34-ാം വാക്യം വായിക്കുന്നത്, ആമേ, ഏശാവിന് അപ്പവും പയറ് കൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. എങ്ങനെ എന്നുള്ളതാ ഇന്ന് നാം ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും പ്രധാനപ്പെട്ടതാണ്. ആമേ, 365 ദിവസത്തിൽ അതേ 3 ദിവസം ഇതാ കഴിഞ്ഞു പോയിരിക്കുക. വളരെ പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോകും. പക്ഷേ നമുക്ക് ക്രിസ്തുനാഥൻ തൻ്റെ ജീവൻ നൽകി നേടിത്തന്ന ആ നിത്യമായ അവകാശങ്ങളെ അതെ നാം അലക്ഷ്യമായി കാണരുത്. ആമേ, ആ പദവിയിലോട്ട്, മക്കളെന്ന ആ അവസ്ഥയിലോട്ട് നമ്മെ ഉയർത്തിയ ആ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മെ തിരഞ്ഞെടുത്ത, വീണ്ടെടുത്ത, ദത്തെടുത്ത ആ മഹത്തായ ദൈവീക പ്രവൃത്തികളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ്. ഈ ആണ്ട് മുഴുവനും അതിനുവേണ്ടി നമ്മൾ എടുത്താലും തീരുകയില്ല. അത്ര ശ്രേഷ്ഠമായ ഭാഗ്യശാലികളാണ് നമ്മൾ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ!